യെസ്, ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ഒരു സ്ക്വയർ പിരമിഡിന്റെ എല്ലാ എഡ്ജസുകളും ഈക്വൽ ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എത്ര എഡ്ജുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു സ്ക്വയർ പിരമിഡിന് എത്ര എഡ്ജുകൾ ഉണ്ട്? 8 എഡ്ജ് ആണ് ഉള്ളത്. ക്വസ്റ്റ്യന്റെ മുകളിൽ തന്നെ എഴുതി വെച്ചോളൂ. സ്ക്വയർ പിരമിഡിന് എത്ര എഡ്ജ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ, 8 എഡ്ജ് ആണ്. ഇതിന്റെ എല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് 72 ആണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ എത്ര ഉണ്ടാവും ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ്? ഒരു സ്ക്വയർ പിരമിഡിന് എത്ര എഡ്ജസുകൾ ഉണ്ടാവും? 8. സിമ്പിൾ അല്ലേ? ഒരു സ്ക്വയർ പിരമിഡിന്, ഇത് നിങ്ങളെ നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ടാവും. ആദ്യത്തെ 4-5 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് തന്നിട്ടുള്ളത്. അത് തന്നെ എക്സാമിന് ചോദിച്ചിരുന്നു. ഒരു സ്ക്വയർ പിരമിഡിന് എത്ര എഡ്ജസുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 8. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബേസ് എഡ്ജ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം 8 എഡ്ജുകൾ ചെയ്താൽ എന്താണ് ആൻസർ? 72 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു എഡ്ജ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നറിയില്ലേ? 8 എഡ്ജ് 72 ആണെങ്കിൽ ഒരു എഡ്ജ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു എഡ്ജ് എങ്ങനെ കണ്ടുപിടിക്കുക? എഡ്ജ് ഈക്വൽ ടു 72/8. സിമ്പിൾ അല്ലേ? വാട്ട് ഈസ് 72/8? 9. ഇത് ക്ലിയർ ആണോ മക്കളെ? ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ് എന്ന് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. ഒരു സ്ക്വയർ പിരമിഡിന് എത്ര എഡ്ജസുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ. എത്രയാണ്? 8. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം നല്ല രീതിയിൽ വായിക്കുക. ദ ബേസ് എഡ്ജ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ബേസ് എഡ്ജിനെ പറയുന്ന പേരാണ് എ അല്ലേ? സോ നിങ്ങൾ ഇവിടെ തന്നെ എഴുതി വെക്കുക. ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എ എന്നാണ്. ക്ലിയർ ആണോ? സ്ലാൻഡ് ഹൈറ്റിനെ പറയുന്ന പേരാണ് എൽ. എന്താണ് സ്ലാൻഡ് ഹൈറ്റിനെ പറയുക? എൽ. ഇതുവരെ ക്ലിയർ ആണോ? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 ആണ്. ഞാൻ നിങ്ങളോട് എന്നും പറഞ്ഞു തരാറുണ്ട്, ഹൈറ്റ് ഉണ്ടോ ഹാലാവണം. ഹൈറ്റ് ഇക്വേഷനിൽ കണ്ടോ ഹാൽ എന്ന് എഴുതണം. എന്തെഴുതണം? ഹാൽ. ഹാൽ എന്ന് എങ്ങനെ എഴുതുക എന്നറിയോ? അങ്ങനെ എച്ച് എന്ന് എഴുതുക, എ എന്ന് എഴുതുക, എൽ എന്ന് എഴുതുക. ഇത് എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. എൽ എന്ന് പറയുന്നത് ലെജൻഡാ, ഒറ്റക്ക് നിൽക്കുക. ബാക്കിയുള്ളവരൊക്കെ സിംഗിൾ. കണ്ടോ, എൽ എന്ന് പറയുന്നത് ഒറ്റക്ക് കൊണ്ടുപോയിട്ട് നിൽക്കും. മനസ്സിലായോ? ഇനി ഇവിടെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. എച്ച് സ്ക്വയർ പ്ലസ് എനെ കാണുന്ന സമയത്തൊക്കെ എന്താക്കണം? എന്റെ പകുതി ആക്കണം അല്ലെ? a/2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ. ഇക്വേഷൻ ഉണ്ടാക്കാൻ പഠിഞ്ഞോ? എന്താണ് ഇക്വേഷൻ? എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ. ഇതെന്ന് എച്ച് ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ എച്ച് സ്ക്വയർ ആണ് കാണേണ്ടത്. എങ്ങനെയാണ് എച്ച് സ്ക്വയർ കാണുക? കാണേണ്ടത് എഴുതുക. എന്റെ കൂടെ ചെയ്തോളൂ കേട്ടോ. കാണേണ്ടത് എഴുതുക, ഈക്വൽ ടു എഴുതുക. ഈക്വൽ ടുന്റെ അപ്പുറത്ത് ആരാണ്? എൽ സ്ക്വയർ. ക്ലിയർ ആണോ? ഈ പ്ലസ് a/2 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? മൈനസ് a/2 സ്ക്വയർ ആവും. ക്ലിയർ ആണോ? ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി, ഈ സ്ക്വയർ ഇവിടെ ഇപ്പുറത്ത് കളയുകയാണ്. ഇപ്പുറത്ത് എന്ത് വരും? റൂട്ട് വരും. ഞാൻ ഇവിടെ തന്നെ എല്ലാം ചെയ്തതാ. സ്ക്വയർ ഇവിടെ കളയുമ്പോൾ ഇവിടെ റൂട്ട് വരും. ഇനി ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. മക്കളെ, എൽ സ്ക്വയർ എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 26ന്റെ സ്ക്വയർ എന്ന് കൊടുക്കണം. ക്ലിയർ ആണോ? അടുത്ത a/2 ഹോൾ സ്ക്വയർ എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? എ എന്ന് പറയുന്നത് 10 എ എന്ന് പറയുന്നത് 20 a/2 എത്രക്കാരം? എ 20 മുകളിൽ കണ്ടോ? a20 ആണ്. a/2 എത്രക്കാരം? 10. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. വെരി സിമ്പിൾ ആണ്. 26ന്റെ സ്ക്വയർ എത്രയാണ്? ഇത് പഠിക്കണം, അല്ലെങ്കിൽ ചെയ്തു നോക്കിയാലും മതി. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്.
സോ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 576 എന്ന് കിട്ടും. റൂട്ട് പഠിക്കൽ നിർബന്ധമാണ്. നിങ്ങൾക്ക് ഞാൻ റൂട്ട് മൊത്തം എഴുതി തന്നിട്ടുണ്ട്. റൂട്ട് പഠിക്കൽ നിർബന്ധമാണ്. സോ 24 എന്ന് കിട്ടും. ഇത്രയും വലിയ പൈതഗോറിയൻ ട്രിബറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഈ എ ക്വസ്റ്റ്യൻ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? 24 ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ഉള്ളിലല്ലാത്ത വേറെ ഏതെങ്കിലും ആൻസർ കിട്ടുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ആൻസർ തെറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? യെസ്. ബി ക്വസ്റ്റ്യൻ ഇതാണ്. എങ്ങനെയാടാ ഒരു സ്ക്വയർ പിരമിഡിന്റെ വോളിയം കാണുക? ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ? യെസ്, വെരി ഗുഡ്. 1/3 ഇൻറ്റു 1/3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എച്ച്. സിമ്പിൾ ആണ്. 1/3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എച്ച്. ഡയറക്റ്റ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആവും ഈക്വൽ ടു 1/3. എ സ്ക്വയർ എന്ന പ്ലേസിൽ എന്ത് എഴുതണം? എ സ്ക്വയർ എന്ന പ്ലേസിൽ എന്ത് എഴുതണം? 20 സ്ക്വയർ അല്ലെങ്കിൽ 20 ഇൻറ്റു 20 എന്ന് എഴുതണം. 20 ഇൻറ്റു 20 എന്ന് എഴുതണം. 20 ഇൻറ്റു 20 എന്ന് എഴുതണം. ഓക്കെ. എച്ച് എന്ന പ്ലേസിൽ എന്ത് എഴുതണം? എച്ച് എന്ന പ്ലേസിൽ എന്ത് എഴുതണം? നോക്കൂ, എച്ച് എന്ന പ്ലേസിൽ എന്ത് എഴുതണം? 24 എന്ന് എഴുതണം. എച്ച് എന്ന പ്ലേസിൽ 24 എന്ന് എഴുതണം. ആ 24ഉം 3യും കട്ട് ചെയ്യേ. 24ഉം 3യും കട്ട് ചെയ്യേ. 24ഉം 3യും കട്ട് ചെയ്ത് എത്രയാണ്? 8. സോ 20 ഇൻറ്റു 20 ആൻസർ 400 എന്ന് കിട്ടും അല്ലെ? 400 ഇൻറ്റു 8. 4 ഇൻറ്റു 8 എത്രയാണ്? 32. 2 0 ഇട്ട് കൊടുത്താൽ മതി. ആൻസർ 3200 എന്ന് കിട്ടും. ഇത് വോളിയാണ് കാണുന്നത്. സോ യൂണിറ്റ് എന്താണ് എഴുതി കൊടുക്കുക? സെന്റിമീറ്റർ ക്യൂബ് ആണ് എഴുതി കൊടുക്കുക. ഇത് ക്ലിയർ ആണോ? യെസ്.